എന്നുള്ളതാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പന്തളം കൊട്ടാരം നിർവാഹക സംഘം പ്രതിനിധികൾ പങ്കെടുക്കില്ല എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. യുവതീ പ്രവേശന കേസുകൾ സർക്കാർ പിൻവലിക്കില്ലെന്നാണ് അറിയുന്നത്. മുൻ നിലപാട് സർക്കാർ ആവർത്തിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും നിർവാഹക സംഘം പ്രതിനിധികൾ വ്യക്തമാക്കി. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെങ്കിലും സംഗമത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും NSS പ്രതിനിധി അയക്കുമെന്ന് പറയുന്നു. അതുപോലെ SNDP യോഗം ശക്തമായി തന്നെ നിൽക്കുന്നു. അങ്ങനെ സമരമുഖത്തുണ്ടായിരുന്ന ആളുകളൊക്കെ ഇതിന്റെ ഭാഗമാകുമ്പോൾ പന്തളം കൊട്ടാരത്തിന്റെ നിലപാട് എന്താണ്? ബദൽ സംഗമത്തിന് പോകുന്നുമുണ്ടോ? സുജിയ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തന്നെ നേരിട്ട് പന്തളം കൊട്ടാരത്തിലേക്ക് എത്തി പന്തളം കൊട്ടാരം നിർവാഹക സംഘം അംഗങ്ങളെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ അന്ന് പന്തളം കൊട്ടാരം കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇക്കാര്യത്തിൽ നൽകിയിരുന്നില്ല. പോകുമോ ഇല്ലയോ എന്നൊരു കാര്യത്തിൽ ഒരു വ്യക്തത അവർ വരുത്തിയിരുന്നില്ല. അവർ കൊട്ടാരത്തിലെ മുതിർന്ന ആളുകളുമായി സംസാരിച്ച ശേഷം ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്ന് മാത്രമാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പന്തളം കൊട്ടാരം നിർവാഹക സംഘം പ്രതിനിധികൾ പങ്കെടുക്കില്ല എന്നുള്ളതാണ്. ആ വാർത്താക്കുറിപ്പിൽ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന സർക്കാർ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കണമെന്നൊരാവശ്യം പന്തളം കൊട്ടാരം നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നില്ല. യുവതി പ്രവേശന വിഷയത്തിൽ സർക്കാർ ഇപ്പോഴും മുൻ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ കൊട്ടാരത്തിൽ ചില മരണങ്ങൾ സംഭവിച്ചിരുന്നു. അക്കാര്യത്തിൽ ആചാരപരമായ ചില വിലക്കുകൾ അവർക്കുണ്ട്. അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം പോലുള്ള പരിപാടികളിൽ 27-ാം തീയതി വരെ പങ്കെടുക്കാൻ പറ്റില്ല എന്ന ഒരു കാര്യം കൂടി വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് 20-ന് ദേവസ്വം ബോർഡും 30-ന് സംസ്ഥാന സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പന്തളം കൊട്ടാരം നിർവാഹക സംഘം പ്രതിനിധികൾ പങ്കെടുക്കില്ല എന്നുള്ളതാണ്. അതിനുശേഷം 2 ദിവസങ്ങൾക്ക് ശേഷം 22-ാം തീയതിയാണ് ബദൽ അയ്യപ്പ സംഗമം പന്തളത്ത് നടത്തുന്നത്. അതിലും കൊട്ടാരം പ്രതിനിധികൾ പങ്കെടുക്കാനുള്ള സാധ്യതയില്ല. കാരണം ഈ മരണങ്ങൾ മൂലം സംഭവിച്ചിരിക്കുന്ന ചില ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതിനാൽ അവർക്ക് ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് ആ വാർത്താക്കുറിപ്പിൽ നിന്ന് വ്യക്തമാക്കിയിരുന്നത്. ചുരുക്കത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിലും ബദൽ അയ്യപ്പ സംഗമത്തിലും കൊട്ടാരം നിർവാഹക സംഘം പ്രതിനിധികളുടെ പ്രാതിനിധ്യം ഇവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ്. സുജയ.